പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലില്ലേ, ഞങ്ങൾ ഓനെ തല്ലും. ഇനി എന്നിട്ടൊന്ന് കൊല്ലി ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലും എന്ന് പറഞ്ഞാൽ തല്ലും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഷഹബാസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളിപ്പോൾ ഇതിൽ കണ്ടതുപോലെ തന്നെ ഷഹബാസിൻ്റെ വോയിസാണ് അതിൽ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിലോട്ട് ഒരു ഊമക്കത്തും വന്നിട്ടുണ്ട്. ഷഹബാസിനെ തീർത്തവരെ ഷഹബാസിനെ ആരൊക്കെയാണോ തീർത്തത് അവരെ എല്ലാവരെയും തീർക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഊമക്കത്ത് സ്കൂളിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോയിസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഷഹബാസിൻ്റെ അടുത്തും കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, നീ അടിക്കും പിടിക്കൊന്നും പോവണ്ട, അങ്ങനെയാണെന്നൊക്കെ അവർ ഷഹബാസിൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് നോക്കുന്ന സമയത്ത് ഷഹബാസും അടിയും പിടിക്കും ഷഹബാസും മുൻകൈ എടുത്തിട്ടുണ്ട് എന്നാണ് അതൊന്ന് വോയിസും കാര്യങ്ങളെന്നൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, പഠിക്കാൻ വിട്ടാൽ പഠിക്കാൻ പോവല്ലേ, വെറുതെ അടി ബഹളം വഴക്ക് അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പോവാതിരിക്കുക. അപ്പോൾ ഷഹബാസിൻ്റെ ഭാഗത്തും ചില കാര്യങ്ങളൊക്കെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു വോയിസ് എടുത്ത് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഒരു ഊമക്കത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷഹബാസിൻ്റെ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ കൂടി, ഈ ഒരു വോയിസും കൂടി കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ന്യൂസിൽ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്ന് ഭീഷണി. സ്കൂളിലേക്ക് ഊമക്കത്തായാണ് ഭീഷണി എത്തിയത്. കൊലപാതകത്തിൽ പിടിയിലായ 5 വിദ്യാർത്ഥികളെ പോലീസ് സംരക്ഷണത്തിൽ SSLC പരീക്ഷ എഴുതിക്കാൻ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭീഷണിക്കത്ത് സ്കൂളിലേക്ക് എത്തുന്നത്. വൃത്തിയുള്ള കൈവശനം സാധാരണ തപാലിലാണ് താമരശ്ശേരി GVHSSലെ പ്രിൻസിപ്പാളിന് ലഭിക്കുന്നത്. കേസിൽ ആദ്യം പിടിയിലായ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടെ സ്കൂളിൽ നിന്ന് മാറ്റാൻ തീരുമാനിച്ചതിന് മുമ്പാണ് കത്തയച്ചിരിക്കുന്നത്. ഷഹബാസിനെതിരെ നടന്ന അക്രമത്തിൽ അമർഷം രേഖപ്പെടുത്തിയും പിടിയിലായ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നും കത്തിൽ പറയുന്നുണ്ട്. കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷ എഴുതാൻ പറ്റുമെന്നും SSLC പരീക്ഷകൾ പൂർത്തിയാകും മുമ്പേ കുട്ടികളെ അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്തിൽ പറയുന്നത്. കത്തിലെ വ്യക്തമായി പറയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കത്ത് കിട്ടിയ ഉടനെ സ്കൂൾ അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട കേസായതിനാൽ രഹസ്യമായിട്ടാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടിൽ നിന്ന് NGO ക്വാർട്ടേഴ്സ് GHSSലേക്ക് പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് മുമ്പാണെന്നും വ്യക്തമാണ്. തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത്. ചൊവ്വാഴ്ചയാണ് 6ാമത്തെ വിദ്യാർത്ഥി പിടിയിലാകുന്നത്. താമരശ്ശേരി DYSP സുഷീർ, ഇൻസ്പെക്ടർ A സായുജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഷഹബാസിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾ രഹസ്യമായിട്ട് അന്വേഷിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ രഹസ്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് അത് പരസ്യമായിട്ടും ഉണ്ട്. ഇപ്പോൾ ന്യൂസിൽ വന്ന ഇപ്പോൾ എല്ലാവരും കാണില്ല. ഇപ്പോൾ അവർ ആർക്ക് ഇപ്പോൾ എന്താ പറയുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ചോര തിളപ്പ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ ആ ഒരു ഇതിൽ ഇനി സംഭവിച്ചാണോ 2 പേരിൻ്റെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു ഇതെന്ന് മനസ്സിലാവുന്നത്. എന്താ പറയുക, ഷഹബാസിൻ്റെ അടുത്തും ആ കൂട്ടുകാരൻ നീ അടിക്കും പിടിക്കൊന്നും പോകണ്ടെന്ന് അവൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇവൻ അതിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു അടി ഉണ്ടായില്ല, ആ ഒരു അടിയിൽ അവരിൽ ആ ഒരു ഗ്യാങ്ങിലെ ഒരാളാണ് മരിച്ചതെങ്കിലും കുറ്റം ഷഹബാസിനല്ലേ വരുന്നത്. അപ്പോൾ അബദ്ധവശാൽ അവരുടെ അടി കൊണ്ടിട്ട് ഷഹബാസിനാണ് ഈ ഒരു വിധി വന്നത്. അതും മാത്രമല്ല, ഷഹബാസ് കുറച്ച് മിഡിൽ ക്ലാസ് ആണ്. പക്ഷേ ആ പയ്യന്മാരാണെങ്കിൽ കുറച്ച് ഹൈ ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഷഹബാസിന് നീതി ലഭിക്കാൻ വൈകും. അവർക്കൊക്കെ തടി തപ്പാൻ പല ഇതും ഉണ്ട്. അതുപോലെ തന്നെ എക്സാം എഴുതാന്ന് പറഞ്ഞ് എക്സാം എഴുതാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾക്ക് അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച് ഏതാണെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ എക്സാം എഴുതിപ്പിക്കരുത് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷേ അഭിപ്രായം അങ്ങനെയാണെങ്കിലും അവരുടെ പ്രായപരിധി അനുസരിച്ച് എക്സാം എഴുതിപ്പിക്കണമെന്നാണ് അത്ര നിയമത്തിൻ്റെ ആ ഒരു ഇത്. 14 വയസ്സ് ആണല്ലോ ആയിട്ടുള്ളൂ പ്രായം. 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് 14-15 ആ ഒരു ഏജ് ആണല്ലോ. അതിൽ എക്സാം എഴുതിപ്പിക്കാം എന്നാണ് ഇതാക്കിയത്. അബദ്ധവശാലാണ് അടികൊണ്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പ്രായത്തിന് ചോര തിളപ്പ് കൊണ്ട് സംഭവിച്ചതാണ്. ഷഹബാസിൻ്റെ ഭാഗത്തുനിന്നും ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഈ ഒരു വോയിസെന്നും കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാണ്. എന്തായാലും ഷഹബാസിൻ്റെ വോയിസ് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ഇതാ അവിടെ പോയിട്ടുറങ്ങാൻ കൊണ്ടാവൂ. എന്റെ നമ്പർ ഞാനല്ലേ വിളിക്കുക, എന്നിട്ട് ഞങ്ങൾ ആട്ടുതരാം. ഈ നമ്പർ ഇട്ടിട്ട് ഞാട്ടോ. ഇനി ഇങ്ങോട്ട് ഇറങ്ങി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങാണ്ടിരുന്നു. ഞങ്ങൾ ഇത്ര നേരം ചുമത്ത് പമ്പുണ്ടായിരുന്നു മറ്റേ ജാവറിൻ്റെ അടുത്തല്ലേ. അന്നപ്പോൾ നിങ്ങൾ മെഞ്ഞാന്നും വന്ന് ഞങ്ങൾ കാത്ത് നിങ്ങളെ വിളിച്ച് ഇന്നും വന്ന്. എന്നിട്ട് നിങ്ങളാരും നിങ്ങൾ ഇപ്പം ഇറങ്ങിക്കോടി, നിങ്ങൾ എപ്പോഴാണ് അങ്ങ് കൂടുന്ന വെച്ചാൽ പറഞ്ഞു. ഞങ്ങൾ അന്നപ്പോൾ വരാം.
അവിടെ വേറെ സാധനം കാണിച്ചാൽ ഇങ്ങോട്ടോ വാ, എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചു തരാ. എന്നോട് അതിനാരോ കാണിച്ചു കൊടുക്കാണ്ട് എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു ഇനി ഡയലോഗ് അടിച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തേത്തുന്നുള്ള ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ വരാം, നിങ്ങൾ വരും, എടുക്ക്. എപ്പം വരുന്നുണ്ട്? നീ ഇപ്പം ഇറങ്ങടോ, ഇപ്പം ഇറങ്ങി. എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കൂ. എൻ്റെ നമ്പറിൽ വിളിച്ചാൽ ഒന്നൊന്ന് എടുക്ക്, ഞങ്ങൾ വിളിക്കാം. ഒന്ന് എടുക്ക്. ഇനി വരണമെന്നില്ല, വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒന്ന് എടുക്ക്. വരൂ. ഞങ്ങൾ എന്തോരാ കാത്ത് കഴിഞ്ഞ് ഇങ്ങനെ വരാറിഞ്ഞ് ഇനി വരാണ്ട് ഞങ്ങൾ എന്താക്കാനാ? എന്താ പറയുന്നത്? ഇപ്പോൾ കണ്ടില്ലേ, ഷഹബാസ് സംസാരിച്ച വാക്കുകളാണ് അതൊക്കെ. അപ്പോൾ എന്താണ്, ഷഹബാസിനെ കൊന്ന ആ ചെറുക്കൻ്റെ വോയിസ് നേരത്തെ കേട്ടതാണ്, നമ്മൾ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ചെറുക്കൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വോയിസിലാണെങ്കിൽ എങ്ങനെയും പറയുന്നുണ്ട്, ഷഹബാസിൻ്റെ ഭാഗത്തും കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ ഒരു വോയിസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ബാക്കിയോട് നമുക്കൊന്ന് കേട്ടിട്ട് വരുന്നു, കേട്ട് നോക്കൂ. പറഞ്ഞു കഴിഞ്ഞായിരുന്നു അല്ലേ രാവിലെ വിളിച്ചാൽ അന്നപ്പോൾ ഇവിടെ വരണം. ഞങ്ങൾ നിങ്ങളെപ്പോ വിളിച്ചു? നിങ്ങളിപ്പോ അന്ന് രാത്രി 12 മണിക്ക് വിളിച്ചു. ഞങ്ങളടുത്തു ആരാന്ന് ഇപ്പൊ എന്നോ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ആരോ തച്ചാങ്ങി തിരിച്ചല്ലോ തല്ലേ. ഞങ്ങൾ ഓനെ തല്ലും. നീ എന്നിട്ട് ഇന്ന് കൊല്ലി ബാക്കി ഇന്നിട്ട് കാണാം. ഓനെ തല്ലുന്ന് പറഞ്ഞാൽ തല്ലു. ഉറപ്പങ്ങൾ നേരെ വന്നാൽ തല്ലു. പറീനെയൊക്കെ ഞാൻ തല്ലു. എനിക്കൊന്നും പറയാണ്ടോ? ഇനി ആണാണെ കോരങ്ങാട്ടെ കയറും. അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്തേക്ക് വാ, എന്നോട് നടക്കേനി. ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞ് റിപ്ലൈ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളത് നേർക്ക് നിങ്ങൾ എന്തായാലും വരില്ലായിരിക്കും. അല്ലെ വിളിച്ചാൽ ഒന്ന് എടുക്ക്. അല്ലാണ്ട് ഈ ഓരോ തോന്നിയാസം പറഞ്ഞു ഒഴിഞ്ഞ് പറഞ്ഞു. ലേശം നിങ്ങൾ ചെലച്ചേനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്ന് വാ വിളിക്കുന്നിടത്തേക്ക്. ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂല, ഞങ്ങൾ MJ മാത്രമേ വരൂ. എൻ്റെ അരിനെ ഞാൻ തല്ലു. ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലു, ഉറപ്പാ. അരിനെ തല്ലു ഉറപ്പാ. ഇനി ഇന്നൊരു കൊല്ലുന്നു എനിക്ക് കാണണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം. കണ്ടില്ലേ, പ്രായം എത്രയേ ഉള്ളൂ നോക്ക്. ചെറിയ പയ്യന്മാരാണ്. അവരുടെ വാക്കുകൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കണ്ടോ. ഇപ്പോൾ പോയപ്പോൾ ആർക്ക് പോയി? അവരുടെ വീട്ടുകാർക്ക് പോയി. ഇപ്പോൾ എന്താണ് കൊന്ന അവരുടെ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവർ ഹൈ ക്ലാസ് ഫാമിലിയാണ്. ഇപ്പോൾ ഇത് ഒരു നീതിക്ക് വേണ്ടി എത്ര നാളിങ്ങനെ അവൻ്റെ ഉപ്പ നടക്കേണ്ടി വരും, ഷഹബാസിൻ്റെ ഉപ്പ നടക്കേണ്ടി വരും. അപ്പോൾ പിള്ളേർ പറയുന്ന വാക്കുകളല്ല സംസാരിക്കുന്നത്. ഇപ്പോൾ എത്രയോ മുതിർന്ന ആളുകൾ സംസാരിക്കുന്ന ആ ഒരു രീതിയും സംസാരമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ വെറും ഒരു 10ാം ക്ലാസ്സിലെത്തണ ചെറുക്കന്മാരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ പേടിയാണ് ആവുന്നത്. അങ്ങനെയുള്ള ഞാൻ കൊല്ലും തല്ലും, നീ വാ, നിൻ്റെ അവനെ അത് ചെയ്യും ഇത് ചെയ്യും, അതുപോലെ തന്നെ നീ ഇങ്ങോട്ട് വാ, നിനക്ക് അങ്ങനെ കാണിച്ചു തരാം ഇങ്ങനെ കാണിച്ചു തരാം, നല്ലൊരു ഇതുണ്ട് ഐറ്റും ഉണ്ട്, അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം, ആ ഒരു ഇത് കാണിച്ചു തരാം, നീ കണ്ടു നോക്ക് എന്നിട്ട് നീ പറ, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവരപ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിതൊന്ന് വ്യക്തമല്ലേ. അപ്പോൾ 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് തന്നെ ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അപ്പോഴേ അവർക്ക് ക്രിമിനൽ മൈൻഡാണ്. അപ്പോൾ ഷഹബാസിൻ്റെ ഭാഗത്തുനിന്ന് കുറേയൊക്കെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു വോയിസ് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബദ്ധവശാൽ എന്താ പറയുക, ഷഹബാസിന് അടികൊണ്ടു. അവന് അത് മർമ്മത്ത് തന്നെയാണ് അടികൊണ്ട്. എന്താണ് വീട്ടിൽ വന്നു, ഛർദ്ദിച്ചു, പിന്നെ എന്താണ് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഇതാവാതെ എന്താണ് അടി ബഹളം, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ വിശ്വസിച്ച് എന്തിനാണ് വിടുന്നത്? പഠിച്ച് നല്ലൊരു നിലയിലെത്തുക. നിങ്ങൾ എന്താണ് ആ ഉപ്പാൻ്റെ ആഗ്രഹം എന്താണ്? അവൻ പഠിച്ച് ഒരു ജോലി കിട്ടിയതിന് ശേഷം രണ്ടാൾക്കും കൂടെ ഒരു വീട് വെക്കണം. വീട് പണി ഏകദേശം പകുതിയോളം എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അത് പൂർത്തീകരിക്കണം, ആ വീട്ടിലോട്ട് മാറണം. അതൊക്കെയായിരുന്നു ആ ഉപ്പാൻ്റെ ആഗ്രഹം. ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ ഈ മക്കൾ എന്താണ് ഇല്ലാതാക്കിയത്, തല്ലിക്കെടുത്തിയത്. അപ്പോൾ ഇവരുടെ ആ കുറച്ച് നേരത്തെ ആ ദേഷ്യവും വൈരാഗ്യവും അവസാനം എത്തിച്ചത് ഒരു കൊലപാതകത്തിലാണ്, ഒരു കൊലയിലാണ്. ഷഹബാസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ട് കൂട്ടരുടെ ഭാഗത്തും കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഷഹബാസിൻ്റെ വോയിസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ, ആരെയും കരുവാരി തേക്കാനൊന്നുമല്ല വന്നത്. പക്ഷേ ഈ വോയിസും കൂടെ കേട്ട സമയത്ത് ഞാനിപ്പോൾ അവരെ സപ്പോർട്ടും ചെയ്യല. അവരുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. അവർ നല്ല അടിയാണ് കൊടുത്തത്. അതും ചെയ്യാൻ പറ്റാത്ത ഇത് തന്നെയാണ്, ഒരിക്കലും അംഗീകരിക്കാനും പറ്റില്ല. പക്ഷേ ഷഹബാസിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളൊക്കെ അതായത് എടുത്തു നോക്കുന്ന സമയത്ത് ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ട് മരിച്ചു പോയവിടെ നമ്മളിത് പറയല്ല. ഈ ഒരു വോയിസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും മാപ്പ് കൊടുക്കട്ടെ
എന്താ പറയുക, ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. ആ വീട്ടുകാർക്ക് പോയി, ആർക്ക് പോയി, ഇപ്പോൾ ഷഹബാസിൻ്റെ വീട്ടുകാർക്കും പോയി, അല്ലാതെ ആർക്കും പോവാനില്ല. ഈ പറയുന്നവർക്കൊക്കെ നമ്മൾക്കൊക്കെ ഇവിടെ ചുറ്റും ഇരുന്ന് പറയാമെന്ന് മാത്രം, അല്ലാതെ ഇവിടെ ആർക്കും പോവാനില്ല, ആർക്കും ഇതാവാനില്ല. ഇപ്പോൾ അവരിപ്പോൾ എക്സാം എഴുതി ചിലപ്പോൾ 1 2 പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ട് അവരെ വെറുതെ വിടും. അവരെ അബദ്ധവശാൽ സംഭവിച്ചതാണ്, ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വെറുതെ വിടുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പോയത് ആർക്ക് പോയി? നിങ്ങളുടെ അല്പനേരത്തെ ആ ഒരു ദേഷ്യവും വൈരാഗ്യം കൊണ്ട് പോയത് ആർക്കാണ്? വീട്ടുകാർക്കും പോയി, ആ മരിച്ച ഷഹബാസ് എന്ന പയ്യനക്കും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയില്ല, അതുപോലെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഈ വരുന്ന തലമുറ എന്ന് പറയുന്നത് വല്ലാത്തൊരു മൈൻഡാണ് അവൻ്റെ. എന്താണ് ഏതാണെന്ന് പോലും നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും എല്ലാ കുട്ടികൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ എന്ത് പറയാൻ പറ്റും? ഇവരുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് തോന്നുന്നത്. ഈ മക്കളുടെയൊക്കെ ഈ വെറും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്താ പറയുക, ഇത്ര നീളമുള്ള ചെറുക്കന്മാരുടെ വായിൽ നിന്നൊക്കെ വരുന്ന ആ വാക്കുകളൊന്നും കേട്ട് നോക്കും, വല്ലാത്തൊരു ഇതാണ് കേൾക്കുമ്പോൾ തന്നെ. എന്തായാലും അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.